റിയ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ടൊരു ചുരിദാറിൻ്റെ ബോട്ടം കട്ട് ചെയ്യുന്നത് നോക്കാം. അതിന് നമുക്ക് 1.25 മീറ്റർ തുണിയാണ് നമ്മുടെ കയ്യിലുള്ളത്. 40 ഇഞ്ച് വീതിയുണ്ട് തുണി. അപ്പോൾ അതിനെ നടുമടക്കി 1.25 നടുമടക്കി നീർത്തിയിട്ടിട്ട് നടുമടക്കി അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു കാലിന് 23 ഇഞ്ച് മുകൾ വശം ലൂസ് കിട്ടണം. അപ്പോൾ 23 ഇഞ്ച് എന്ന് പറയുമ്പോൾ 46 ഇഞ്ച് വീതിയുള്ള തുണിയാണെങ്കിൽ നടുമടക്കിയാൽ 23 ഇഞ്ച് ഒരു ഭാഗത്ത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന് നമുക്ക് 23 ഇഞ്ച് കിട്ടുന്നതിന് വേണ്ടി ഒരു ജോയിൻ്റ് ഇട്ട് കൊടുക്കണം. ഒരു ജോയിൻ്റ് ഇട്ട് കൊടുക്കലാണ് എളുപ്പം. നടുമടക്കിയിട്ടിട്ട് 2 ജോയിൻ്റ് കൊടുത്തിട്ടും ചെയ്യാം, സിംഗിൾ ഒരു ജോയിൻ്റ് ഇട്ടിട്ടും ഈ മോഡൽ കട്ട് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുകളിൽ അരവണ്ണം വരുന്ന ഭാഗത്ത്, അരയുടെ ബെൽറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമുക്ക് 23.5 ഇഞ്ചുണ്ട്. തയ്ച്ച് കഴിഞ്ഞാൽ 23 ഇഞ്ച് കിട്ടും. ഇനി നമുക്കവിടെ കുറവ് വരുന്നത് 6.5 ഇഞ്ചാണ്. 6.5 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ചിലൊരു പീസ് നമുക്കവിടെ കൊടുക്കണം. അത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ചെക്ക് ചെയ്യണം, ആ പീസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ തുണി നടുമടക്കി അത് കാണിച്ചതാണ്. ഇനി 6.5 ഇഞ്ചിന് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം അവിടെ നമുക്ക് വീതിയിലൊരു കഷ്ണം വേണം. നീളം നമുക്കതിൻ്റെ മാർക്ക് ചെയ്തതിന് ശേഷം നോക്കാം. ഇതിന് ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ച് ലെങ്ത്ത്, എൻഡ് ലൂസ് വരുന്നത് 12 ഇഞ്ച്, പിന്നെ സീറ്റ് വരുന്നത് 38 ഇഞ്ച്. ഈ 3 അളവാണ് നോർമൽ ഒരു ബോട്ടം കട്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ളത്. അരവണ്ണത്തിൻ്റെ ആവശ്യത്തിന് വരുന്നില്ല, കാരണം സീറ്റിൻ്റെ അളവിലാണ് നമ്മൾ അരവണ്ണം കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ലൂസ് ആവശ്യത്തിനുണ്ടാവും. നമ്മളിപ്പോൾ വരച്ച വരയിൽ 6 ഇഞ്ച് വെച്ചിട്ട് താഴേക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 40 ഇഞ്ച് നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് അടിഭാഗം മടക്കി അടിക്കാനുള്ള അളവ് വയ്ക്കണം. അതിൽ ക്യാൻവാസ് ഒട്ടിച്ചിട്ട് മടക്കി അടിക്കാം. ക്യാൻവാസ് വേണ്ടാത്തവർക്ക് ക്യാൻവാസ് ഇല്ലാതെ 2 മടക്ക് മടക്കി തയ്ക്കാം. ഇനി നമുക്ക് ക്രോച്ചാണ് ഇതിൻ്റെ അളവ് കിട്ടേണ്ടത്. ഇതിപ്പോൾ 38 ഇഞ്ച് സീറ്റ് ആയതുകൊണ്ട് നമുക്ക് 15.5 ഇഞ്ച് വയ്ക്കാം. 36 മുതൽ 40 ഇഞ്ച് വരെ സീറ്റുള്ള ആൾക്ക് നമുക്ക് 15.5 ഇഞ്ച് വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ആ ബോട്ടത്തിൻ്റെ ലൂസ് മാർക്ക് ചെയ്യാം. 12 ഇഞ്ചാണ് നമുക്ക് അവിടുത്തെ ലൂസ് വരുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ക്രോച്ചിൻ്റെ അളവ് ഇങ്ങനെ സൈഡിൽ മാർക്ക് ചെയ്യണം. നമ്മളവിടെ 15.5 ഇഞ്ച് വെച്ചു. 6 ഇഞ്ച് ആ ലൈൻ വിട്ടിട്ട് 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി 6 ഇഞ്ചിൽ നിന്ന് ആ 15.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത സ്ഥലത്ത് 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റിച്ച് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് അവിടെ ജോയിൻ്റ് ചെയ്യാനുള്ള പീസ് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ മാർജിൻ മാർക്ക് ചെയ്യാണ്. ആ മാർജിൻ മാർക്ക് ചെയ്തതിന് ശേഷം വേണം ആ പീസ് കറക്റ്റായിട്ട് കിട്ടുമോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ട്.
താഴേക്ക് നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുത്തു, മാർജിൻ ഇട്ടു. മുകളിലേക്ക് 1/2 ഇഞ്ച് മാർജിൻ കൊടുത്തിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ജോയിൻ്റ് കൊടുക്കുന്ന ആ ഭാഗത്ത് വരുന്നതിൻ്റെ നീളം നോക്കാം. നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്തതിന് 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം ആ നീളം പിടിക്കാൻ. അത് നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അത് 18 ഇഞ്ചാണ് വരുന്നത്. ആ 18 ഇഞ്ച് നമുക്കവിടെ കിട്ടുന്നുണ്ട്. പിന്നെ 6.5 + 1 വീതി, അതും നമുക്കവിടെ കിട്ടും. അപ്പോൾ നമുക്കിനി അതിനെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ആ ജോയിൻ്റ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർജിൻ വരച്ച വരയിൽ കൂടെ കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം അടുത്ത പീസ് ജോയിൻ്റ് കൊടുക്കാനുള്ള പീസ് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്യല്ല, ആ പീസ് നമുക്ക് അവിടെ വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റ് അളവിൽ നമുക്ക് ആ പീസ് അവിടെ കിട്ടും. മുകളിൽ നമ്മൾ 6 ഇഞ്ച് വിട്ടിട്ട് ചെയ്തെന്തിനാണെങ്കിൽ നമ്മുടെ ബാൻഡ് 6 ഇഞ്ചിലാണ് വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആ കോൺ പീസ് നമുക്ക് കിട്ടും. അത് നമുക്ക് ആ ജോയിൻറ്റിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ആ ജോയിൻ്റ് ചെയ്യാനുള്ള പീസ് നമ്മളവിടെ വെച്ചിട്ട് ആ ക്രോച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ കാലിൻ്റെ ബോട്ടത്തിൻ്റെ 2 കാലും നമുക്ക് ജോയിൻ്റ് അടക്കം കിട്ടി. തുണി കുറവ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ബാൻഡ് കട്ട് ചെയ്യണം. ബാൻഡിനും ഒരു ജോയിൻ്റ് വരും, കാരണം തുണി കുറവുള്ളതുകൊണ്ട്. കാരണം ഇത് ലൂസ് കൂടുതലാണല്ലോ. സാധാരണ നമുക്കൊരു 18 ഇഞ്ച് ഒക്കെ ലൂസ് ആവശ്യമുള്ളിടത്ത് ഇത് കൂടുതൽ ലൂസ് വേണം, കൂടുതൽ ഞൊറി വേണം. അതുകൊണ്ടാണ് അത്രയും വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 38 ഇഞ്ച് സീറ്റ് ഉണ്ട്. നമുക്ക് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ 40 ഇഞ്ചിൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നടു മടക്കിയാണ് പീസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 20 ഇഞ്ചിൽ വീണ്ടും എവിടെയും മാർക്ക് ചെയ്തു സ്ട്രൈറ്റ്. ഇനി ആ മൂലയിൽ നമുക്കൊരു ജോയിൻ്റ് കൊടുക്കേണ്ടതുണ്ട്. അതിന് മുന്നേ അതിൻ്റെ 6 ഇഞ്ച് ആണ് നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ആ ബാൻഡിന് കിട്ടേണ്ടത്. 1.25 ഇഞ്ച് നമ്മൾ നാട ഇടാനായിട്ട് മടക്കി അടിക്കാൻ വെച്ചു. 6 ഇഞ്ച് നമുക്ക് തയ്യാറ് കിട്ടണം. അപ്പോൾ 6.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ആ ലൈനിനെ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ആ കോർണറിൽ ഒരു പീസ് കൊടുക്കണം. നമുക്ക് ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസ് തന്നെ അവിടേക്ക് മിക്കവാറും കിട്ടും. അവിടെ മാർജിൻ ഇട്ട് കട്ട് ചെയ്തു. ആ പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആ കോർണറിൽ നിന്നുള്ള ആ പീസ് അവിടെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാൻഡിൻ്റെ ഒരു ജോയിൻ്റ് ലൂസ് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ബോട്ടത്തിന് കാലിൻ്റെ ഒരു സൈഡിൽ ജോയിൻ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബോട്ടത്തിൻ്റെ കട്ടിങ് കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി ബാലൻസ് ഉള്ള പീസ് കൊണ്ട് നമുക്ക് നാട തയ്ക്കാം.